ഭയങ്കര ഫാഷിസമാണ്, ആവിഷ്കരണ സ്വാതന്ത്ര്യം തീരെയില്ല, ഇത് മോദി ചെയ്യുന്ന പരിപാടിയാണ്, മോദിയുടെ അനുകൂലികൾ ചെയ്യുന്നതാണ്. പൂക്കാസായുടെ ഒരു വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആളുകളെ രക്ഷിച്ചെടുക്കുക, അവർക്ക് പ്രതിരോധ വലയം തീർക്കുക എന്നുള്ളതായിരിക്കും. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാനും പൂക്കാസായുടെ ധാരാളം പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, അതുകൊണ്ടുകൂടെയാണ് അത് പറയുന്നത്. എമ്പുരാൻ വന്നപ്പോൾ കൊടുക്കേണ്ട കട്ട് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. കാരണം കേന്ദ്ര ഗവൺമെൻറ് സെൻസർ ബോർഡ് അത് CPM-നെതിരായി വന്ന ഒരു സിനിമയ്ക്ക് ധാരാളം കട്ടുകൾ, സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തില്ല. സെലക്ട് ചെയ്ത അവസരത്തിൽ പലരും പറയുന്നുണ്ടായിരുന്നു ഇത് CPM-കാർക്കെതിരായിട്ടുള്ള സിനിമയല്ലേ, പിന്നെ എന്തിനാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡ് അതിനോട് ഇങ്ങനെ കാണിക്കുന്നത്, അതൊക്കെ കാണിക്കണ്ടേ. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഏറ്റവും ഹീനമായ പ്രചാരണ മാർഗം ഉപയോഗിച്ചിട്ടുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എമ്പുരാനാണ്. കാരണം പ്രചരണ തന്ത്രങ്ങൾ പലതുണ്ട്, പബ്ലിസിറ്റി പല രീതിയിലാണ് നേടുന്നത്. അത് പണ്ട് ഫുൾ പേജ് പത്രങ്ങളിലെ ഫുൾ പേജ് പരസ്യങ്ങളായിരുന്നു. അതിനു മുമ്പ് കാളവണ്ടികളിൽ ഈ ചെണ്ടയൊക്കെ അടിച്ച് പരസ്യം ചെയ്തിരുന്നു, നോട്ടീസുകൾ വിതരണം ചെയ്തിരുന്നു, പിന്നെ കാറിൽ അനൗൺസ് ചെയ്തിരുന്നു. ഇതിനിടയ്ക്ക് ചില സർക്കസ് വിദ്യകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് അപകടം നടന്നു എന്ന് പറഞ്ഞ് അപകടത്തെ പൊലിപ്പിച്ചെടുക്കുക. ചിലപ്പോൾ ചെറുതായിട്ട് കാർ എവിടെയെങ്കിലും ഒട്ടിക്കാണും, പക്ഷേ പറയുന്നത് ഇതിലെ നായകൻ വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞായിരിക്കും വാർത്ത വരിക. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളിലൂടെ ഇത് പൊലിപ്പിച്ച് എടുക്കാറുണ്ട് ഇതിൻ്റെ പ്രചരണ തന്ത്രങ്ങൾ. ചെമ്മീൻ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. കടലിൽ വെച്ച് സത്യൻ അപകടത്തിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പടത്തെക്കുറിച്ച് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഓരോരുത്തരും അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരുടെ തന്ത്രങ്ങൾക്കനുസരിച്ചൊക്കെ ആയിരിക്കും അത് ചെയ്യുക. അതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ എമ്പുരാൻ്റെ പബ്ലിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഇതുവരെ കണ്ട തരത്തിലുള്ള ടെക്നിക്സ് ഒന്നും ആയിരുന്നില്ല. പത്രങ്ങളിൽ ഒരു ചെറിയ പരസ്യം പോലും കൊടുത്തിട്ടില്ലെങ്കിലും പത്രങ്ങളുടെ മുൻ പേജുകളിൽ ഏറ്റവും വലിയ വാർത്തയായിട്ട് ഇത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ, ഈ പടത്തിൻ്റെ പേര് പ്രത്യക്ഷപ്പെടണമെങ്കിൽ അതൊരു പ്രത്യേക തന്ത്രം തന്നെയാണ്. അത് ഉപയോഗിച്ചിരിക്കുന്ന ബുദ്ധി വളരെ വ്യത്യസ്തവുമാണ്. അപ്പോൾ അതങ്ങനെ പലരും അതിനുള്ള സംഭാവന ചെയ്തു. ഇപ്പോൾ ഇത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനും എൻ്റേതായ സംഭാവന ചെയ്യുകയാണ്. പക്ഷേ അപ്പോഴേക്ക് സിനിമ തിയേറ്ററുകളിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ട് ഇത് വലുതായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കില്ല. പക്ഷേ തുടക്കത്തിൽ ആദ്യം ഇതിന് സംഭാവന ചെയ്തത് സംഘാനുഭാവികളാണ്, RSSകാരാണ്. അവർ ഇത് കണ്ടിട്ട് അവരുടെ അമർഷവും ഇതൊക്കെ ആദ്യം രേഖപ്പെടുത്തി. അതിങ്ങനെ പടർന്നു പിടിച്ചു. അതിനെ തുടർന്ന് അതിൻ്റെ മറുവിളികളായി, പിന്നെ ഇങ്ങോട്ടുമുള്ള പോർവിളികളായി, സെൻസറിങ്ങിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായി. രണ്ടാമത് വീണ്ടും അത് സെൻസർ ചെയ്യുന്ന ഒന്നായി. ഉടനെ സെൻസർ ബോർഡിനെ പലരും കുറ്റം പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് സെൻസർ ബോർഡ് പറഞ്ഞിട്ടൊന്നുമല്ല, അവരവർക്ക് തോന്നിയിട്ട് അവരവർ ചെയ്യുന്നതാണ്. അത് ഒരു അത്ഭുതമല്ല. അങ്ങനെ പല പടങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്ത ചിത്രങ്ങൾ തന്നെ അവർക്ക് ഇപ്പോൾ തിയേറ്ററിൽ വേണ്ടത്ര ഓടുന്നില്ല എന്ന് തോന്നിയാൽ, ചില ഭാഗങ്ങൾ ലാഗ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അത് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ചിലർക്ക് ചില സമൂഹങ്ങളെ അധിക്ഷേപിക്കുന്നതായിട്ട് അവർ പരാതിപ്പെട്ടാൽ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇവർ വന്നിട്ട് സ്വയം സെൻസർ ചെയ്ത് അത് വീണ്ടും വന്ന് വളണ്ടിയറിയായിട്ട് സെൻസർ ചെയ്യാറുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തത് ഇത്. പക്ഷേ ഇവിടെ അതിലും ഒച്ചപ്പാടുകളുണ്ടായി, അത് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നുള്ള മട്ടിൽ. അപ്പോൾ ഇങ്ങനെ വന്ന പല പ്രതികരണങ്ങളിൽ എനിക്ക് കുറച്ച് അത്ഭുതം തോന്നിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പൂക്കാസയുടെയാണ്. അപ്പോൾ പൂക്കാസയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അവർ ചിലരെയൊക്കെ രക്ഷിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയതുപോലെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരാളെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ വന്നാൽ, വിമർശനങ്ങൾ വന്നാൽ, ഇതാ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അയാളെ കൊല്ലാൻ പോവുകയാണ്, നമ്മൾ അയാളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കൂടെ അങ്ങോട്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നു. പ്രതിഷേധ പ്രകടനങ്ങൾ
മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടാകും. പക്ഷെ അതിലെ ഒരു അർത്ഥശൂന്യത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ആവിഷ്കരണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല പ്രശ്നങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഡിഗ്നിറ്ററി അദ്ദേഹം വളരെ വൃത്തികെട്ട രീതിയിൽ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും എതിർഭാഗത്തുള്ളവർ വെറുതെ ഇരിക്കും, അവർ അതിനെ എതിർത്ത് കമൻറ്റുകൾ ഇട്ടു. അപ്പം ഇതിൻ്റെ ഈ വിമർശനത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇപ്പം മാറിയിട്ടുണ്ടല്ലോ. പണ്ട് നമ്മൾ പത്രപങ്ക്തികളിലൂടെ വിമർശനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ട് പ്രസംഗങ്ങളിലൂടെ പ്രതിഷേധങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങളെന്ന് പറയുമ്പോൾ അത് ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് പറയാൻ വയ്യ. അങ്ങറ്റം അസഭ്യമായ ഭാഷയിലാണ് ഇത് പലരും ഉപയോഗിക്കാറുള്ളത്. അതൊരു സാധാരണ കാര്യം. പണ്ട് കാലത്ത് ഈ മൂത്രപ്പുരയുടെ ചുവരുകളിൽ കരിക്കട്ട കൊണ്ടൊക്കെ എഴുതി വയ്ക്കുന്ന തരത്തിലുള്ള സാഹിത്യം സുലഭമാണിപ്പോൾ. അപ്പോൾ അങ്ങനെ പലരും എഴുതും. അത് ഈ ഒരു കൂട്ടർ പ്രകോപിപ്പിച്ച് കഴിയുമ്പോൾ പ്രകോപിപ്പിക്കപ്പെട്ടവർ തിരിച്ചടിക്കുന്നതാണ്. അതപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് പലതും പറയുമെന്ന് നമ്മൾ ആദ്യമേ പ്രതീക്ഷിക്കണ്ടേ? ഉടനെ ഇതാ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് കരയുന്നത് ഭീരുക്കളാണ്. അപ്പോൾ ഈ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഭീരുക്കളെയാണ് ശരിക്ക്. അതെന്തിനാണ് ചെയ്യുന്നത്? അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ആശയപരമായിട്ട് പ്രതിരോധം തീർക്കേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാതെ ഈ വലിയ വായിൽ നിലവിളിക്കുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് കുറച്ച് കാലമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട്. പൂക്കാസായുടെ ഒരു വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആളുകളെ രക്ഷിച്ചെടുക്കുക, അവർക്ക് പ്രതിരോധ വലയം തീർക്കുക എന്നുള്ളതായിരിക്കും. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാനും പൂക്കാസായുടെ ധാരാളം പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടുകൂടെയാണ് അത് പറയുന്നത്. ഏത് സാംസ്കാരിക സംഘടനയും അത് ശരിയായ വഴിയിലൂടെ അല്ല പോകുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരു അവകാശമുണ്ട്, പുറത്ത് നിൽക്കുന്നവർക്കും പറയാം. അപ്പം എമ്പുരാനെ സംബന്ധിച്ച് വന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ടൊക്കെ അവർ 1.5 ആഴ്ച കൊണ്ട് മിക്കവാറും കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു നെടുനീളൻ പ്രസ്താവന വരുന്നത്. കാരണം ഇവിടെ ഭയങ്കര ഫാഷിസമാണ്, ആവിഷ്കരണ സ്വാതന്ത്ര്യം തീരെയില്ല, ഇത് മോദി ചെയ്യുന്ന പരിപാടിയാണ്, മോദിയുടെ അനുകൂലികൾ ചെയ്യുന്നതാണ്, ഒരാളുടെ ആശയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെതിരായിട്ട് ഫാസിസമാണ്, ഇതിനെതിരെ പോരാടണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു നെടുങ്കൻ പ്രസ്താവന. അതിൽ ധാരാളം ബുദ്ധിജീവികൾ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, പങ്കുചേർന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുലഭമായി നമുക്ക് ബുദ്ധിജീവികളെ കിട്ടുന്നത് ഈ പ്രസ്താവനകളിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടിയാണ്. എല്ലാവരും പേനയുടെ ഗ്യാപ്പും ഒക്കെ തുറന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോൾ ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി. അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ ഇതിനിടെ എന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു നോട്ടീസ് കിട്ടുന്നു. വളരെ കളർഫുള്ളാണ്. അതൊക്കെ എമ്പുരാൻ്റെ ഒരു പരസ്യം പോലെ തോന്നും. ഒരു വശം എമ്പുരാൻ്റെ സ്റ്റില്ലുകളും ഒക്കെ ആയിട്ട്, മറുവശത്ത് കത്ത്. അപ്പോൾ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ആ പ്രസ്താവനയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ആവിഷ്കരണ സ്വാതന്ത്ര്യം അപകടത്തിലായി, ഇവിടെ ഇനി ആർക്കും സിനിമ എടുക്കാൻ കഴിയില്ല, ആർക്കും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയില്ല, കല ഇതോടെ അവസാനിച്ചു. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ആലോചനായോഗം കൂടുകയാണെന്ന് പറഞ്ഞിട്ടാണ്. ഒരു ആലോചനായോഗം കൂടുക. ആലോചനായോഗം കൂടാൻ വേണ്ടിയുള്ള ഈ ബ്രോഷറാണ് ഇത്രയും കളർഫുള്ളായ ഒരു ബ്രോഷർ. അപ്പം ഞാൻ ആലോചിച്ചത്, ഈ തിയേറ്ററുകളിൽ എമ്പുരാൻ്റെ പൊടി പോലും ഇല്ല കാണാൻ. കാരണം അത് കഴിഞ്ഞു, അതൊക്കെ വന്നു, പുതിയ പുതിയ സിനിമകൾ വന്നു, ഇത് പോയി തിയേറ്ററിൽ. അവർക്ക് കിട്ടാനുള്ള കോടികൾ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്തിനാണ് ഈ ആലോചനയിലേക്ക് വന്നു? ഈ ആലോചന കഴിഞ്ഞ് അതിൻ്റെ ആലോചനായോഗം കഴിഞ്ഞ് പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പം പിന്നെയും കാലം പിടിക്കുമല്ലോ. അപ്പോഴേക്ക് ആളുകൾ ഇതെല്ലാം മറന്നു കഴിയും, പുതിയ പുതിയ സിനിമകൾ വരും, പുതിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഇത് ഗോകുലം ഗോപാലനെ ED സമീപിച്ചതിലാണ് ഇവരുടെ ഏറ്റവും അധികം പ്രതിഷേധം കാണുന്നത്. അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അതിനെതിരെ പ്രതിഷേധിക്കും പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഗോകുലം ഗോപാലന് ഒരു പ്രതിരോധ വലയം തീർക്കുകയാണ്.
അതാരുടെ ആവശ്യമാണ്? ഗോകുലം ഗോപാലനെ കൊണ്ട് സിനിമ എടുപ്പിക്കാൻ ആരോ ആഗ്രഹിക്കുന്നു, പൂക്കാസായുടെ തലപ്പത്തുള്ള ആരോ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ രീതിയിൽ മാത്രമേ എനിക്ക് അതിനെ വായിക്കാൻ കഴിഞ്ഞുള്ളൂ. അതങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു ശരിയായ പ്രതിഷേധം അല്ല, ഇത് വളരെ സ്വാർത്ഥത കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ്. ഇങ്ങനെ ഒക്കെ തന്നെയാണ് പലരും പലരുടെയും ആനുകൂല്യങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമുണ്ടോ ഒരു ബഹുജന പ്രസ്ഥാനത്തിന് എന്നുള്ളതാണ് എൻ്റെ സംശയം. തീർച്ചയായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, ആവിഷ്കരണ സ്വാതന്ത്ര്യം വേണം. പക്ഷേ അതൊരു കൂട്ടർക്ക് മാത്രം പോരാ, പലർക്കും വേണം. ഞാനൊരു പഴയ സംഭവം കൂടെ പറയാം. TP 51 എന്ന് പറഞ്ഞൊരു പടം വന്നു. പടത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് ഒട്ടും കലാപരമായ സിനിമയൊന്നുമല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു കലാശൂന്യമായ ചിത്രം തന്നെയാണ്. പക്ഷേ അത് സെൻസറിങ്ങിന് വന്നപ്പോൾ ഉണ്ടായത് എന്താണെന്ന് അറിയുമോ? അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ സിനിമ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ റിജക്റ്റ് ചെയ്തു. പിന്നെ റിലീസിംഗ് കമ്മിറ്റി കണ്ടിട്ടാണ് അതിന് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റിജക്റ്റ് ചെയ്ത അവസരത്തിൽ പലരും പറയുന്നുണ്ടായിരുന്നു, ഇത് CPMകാർക്കെതിരായിട്ടുള്ള സിനിമയല്ലേ, പിന്നെ എന്തിനാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡ് അതിനോട് ഇങ്ങനെ കാണിക്കുന്നത്? അതൊക്കെ കാണിക്കണ്ടേ, കട്ടൊന്നും കൊടുക്കാതെ ആളുകൾക്ക് കാണിച്ചു കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചിരുന്നു ആ കാലത്ത് മറ്റുള്ളവർ. ഇവിടെ എമ്പുരാൻ വന്നപ്പോൾ കൊടുക്കേണ്ട കട്ട് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. കാരണം കേന്ദ്ര ഗവൺമെൻറ് സെൻസർ ബോർഡ് അത് CPMനെതിരായി വന്ന ഒരു സിനിമയ്ക്ക് ധാരാളം കട്ടുകൾ, സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തില്ല. ഇവിടെ ഇവർക്കെതിരായിട്ട് വന്ന പരാമർശങ്ങൾ വന്നിട്ടും അവരതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. കൊടുത്തു, വലിയ കട്ടും കൊടുത്തില്ല. പിന്നീട് വന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അവർ സ്വയമേവ കട്ട് ചെയ്യുകയാണ്. അതിനൊരിക്കലും ഒരു പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങളുമായിട്ടോ സമ്മർദ്ദമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം സെൻസർ ബോർഡ് സെൻസർ ചെയ്യാത്ത സ്ഥിതിക്ക് അതിൽ പിന്നെ അവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പുറത്തു നിന്ന് വിമർശനങ്ങളുണ്ടായി, ശകാരങ്ങളുണ്ടായി, ചീത്തവിളിയുണ്ടായി, ഒക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ ഉണ്ടാവുമ്പോൾ ഇവരെന്തിന് കട്ട് ചെയ്യണം? ഇവരോട് ആരും പറയുന്നില്ല കട്ട് ചെയ്യാൻ. അവർ സ്വയം കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭീരുത്വമാണ്. അപ്പോൾ ഞങ്ങളത് കട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചു തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഭീരുത്വം കാണിച്ചവർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതല്ല ശരിയായ പുരോഗമനപരമായ കാഴ്ചപ്പാടുള്ള സംഘടനകളുടെ വഴി എന്ന് ഈ സംഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് തോന്നി. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ഇത് എൻ്റേതായൊരു അഭിപ്രായമാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്ന സാംസ്കാരികമായ പല കാര്യങ്ങളിലും ഈ ഒരു വഴിതെറ്റി നടപ്പ് തീർച്ചയായും കാണുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണിത്.